എല്ലാ ഏകാധിപതികളും രാജ്യങ്ങളെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ ഓരോ തരത്തിലുള്ള കാടൻ രീതികളാണ് ഉപയോഗിക്കാറുള്ളത്. ക്രൂരമായ അടിച്ചമർത്തലുകളും സൈനിക നീക്കങ്ങളുമൊക്കെ ഇപ്പോ പഴങ്കഥകളായി. ജനാധിപത്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതികളോടാണ് ഇപ്പോഴത്തെ ഏകാധിപതികൾക്ക് താല്പര്യം. പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് പൂർണ്ണമായും സ്വാതന്ത്ര്യമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അട്ടിമറിച്ച് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉപകരണങ്ങളാക്കിയതിനെ കുറിച്ചാണ്. SIR എന്ന കാടൻ നിയമം നടപ്പിലാക്കി മതന്യൂനപക്ഷങ്ങളെ അടക്കം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം തുടങ്ങിയിട്ട് നാൾ കുറച്ചായല്ലോ. എന്നാൽ ഇതിന്റെ മറുവശത്ത് നടക്കുന്നത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന കൊലപാതകങ്ങളാണ്. പരാതിയും പരിഭവങ്ങളും ആത്മഹത്യാ വാർത്തകളും ഇല്ലാത്ത ദിവസങ്ങളില്ല. വെറും ആരോപണങ്ങളല്ല. കഴിഞ്ഞ നവംബർ മാസത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി ഇതിന്റെ ഭീകരത മനസ്സിലാക്കാൻ. രാജ്യത്തുടനീളം 11ഓളം BLOമാരാണ് ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ മരണത്തിന് കീഴടങ്ങിയത്, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പശ്ചിമ ബംഗാളിൽ മാത്രം 3 പേരാണ് മരിച്ചത്. നാദിയ ജില്ലയിലെ റിങ്കു താരിഫ്ദാർ എന്ന അധ്യാപിക അമനുഷ്യമായ ജോലി സമ്മർദ്ദം എന്ന ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ചാണ് ജീവനെടുത്തത്. ഗുജറാത്തിലും രാജസ്ഥാനിലും 2 വീതം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ബിപിൻ യാദവ് എന്ന ഉദ്യോഗസ്ഥൻ വിഷം കഴിച്ച് മരിച്ചത് മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണെന്ന വീഡിയോ സഹിതം തെളിവുകളുമുണ്ട്. മാസങ്ങളെടുത്ത് ചെയ്യേണ്ട പ്രോസസ് ദിവസങ്ങൾ കൊണ്ട് തീർക്കണം. അമിതമായ ജോലി ഭാരം, അതിൽ കൂടുതൽ ജോലി സമ്മർദ്ദം, നിരന്തരമായി ഉണ്ടാകുന്ന BLOമാരുടെ ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങൾ ഇത് രണ്ടുമാണ്. BLOമാർ തങ്ങൾ അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദത്തെ കുറിച്ച് പരാതിപ്പെട്ടിട്ട് പോലും പരിഹാരം കാണാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. മറിച്ച് കണ്ണില്ലാത്ത ക്രൂരതയോടെ ജോലി തുടരാനാണ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ BLOമാരുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനം നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIRനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഇരട്ടിയാക്കുന്നു. കണ്ണൂരിൽ അനീഷ് ജോർജ് എന്ന സ്കൂൾ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തത് കേരളത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. യൂണിയനുകൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടും തിടുക്കപ്പെട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് പിന്നിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്ന ഉദ്ദേശമല്ല ഇവർക്കുള്ളത്. ഇത് നടപ്പിലാക്കുക വഴി വർഷങ്ങൾക്ക് മുന്നേ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോയ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള അജണ്ടകൾ പിൻവാതിലിലൂടെ നടപ്പിലാക്കുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം. എന്തായാലും ഈ കാടൻ നീക്കത്തിനെതിരെയും കേരളം നിയമയുദ്ധത്തിലാണ്. കേരളത്തിന്റെ ഈ ചെറുത്തുനിൽപ്പ് നമുക്കൊരു പ്രതീക്ഷ തന്നെയാണ്.